13 വർഷക്കാലം എതിരാളികളില്ലാതെ മുഖ്യമന്ത്രിയായി ഭരണത്തിലിരുന്ന ശേഷം 10 വർഷങ്ങൾ പ്രധാനമന്ത്രിയായി തുടർന്ന ഈ മഹാമനുഷ്യൻ ഇന്നുവരെയുള്ള തൻ്റെ മുഴുവൻ സമ്പാദ്യവും രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി നൽകി. കേരളത്തിലെ സുഡാപ്പികളുടെ കാശുകൊണ്ട് ജീവിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരായ മാധ്യമങ്ങൾ ഒരിക്കലെങ്കിലും അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തൻ്റെ അരാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു അന്ന് അതുവരെയുള്ള തൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും പൂർണ്ണമായും ദാനം ചെയ്ത് സന്യാസ ജീവിതത്തിലേക്ക് മാറും എന്നുകൂടി ഈ മഹാമനുഷ്യൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പറയാനും പറയുന്നത് ചെയ്യാനുമുള്ള ധൈര്യം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കിയ കള്ളഗാന്ധി കുടുംബത്തിനോ സാധിക്കുമോ? പപ്പുവിന്, പ്രിയങ്കയ്ക്ക്, സോണിയയ്ക്ക്, സ്റ്റാലിന്, ലാലുവിന്, കെജ്രിവാളിന്, അഖിലേഷിന്, DK ശിവകുമാറിന്, എന്തിന് നമ്മുടെ കേരളത്തെ കട്ടുമുടിപ്പിച്ച പിണറായിക്ക് പറ്റുമോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുമോ? പക്ഷേ ലോകാരാധ്യനായ ഈ പുണ്യപുരുഷനെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിക്കാനും അവഹേളിക്കാനും കാണിക്കുന്ന ആവേശം രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കാണിച്ചിരുന്നു എങ്കിൽ എന്ന് ആശിച്ചു പോകുകയാണ്. ആ മഹാന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ.